അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ തൂക്കുകയർ. കേരളക്കര ഒന്നടങ്കം പറയുകയാണ് പ്രതി ഗ്രീഷ്മ അത് അർഹിക്കുന്നെന്ന്. ഷാരോണിന്റെ അഗാധ പ്രണയത്തെയാണ് ഗ്രീഷ്മ ചതിച്ചതെന്നാണ് കോടതി നിരീക്ഷണം. മരണക്കിടക്കയിലും വാവേ എന്ന് വിളിച്ച് പ്രണയിനിയെ സംശയിക്കാൻ പോലും താല്പര്യപ്പെടാതിരുന്ന ഷാരോണിനെ അരും കൊല ചെയ്ത ഗ്രീഷ്മ എന്ന കൊടും കുറ്റവാളി. വ്യക്തമായ ധാരണയോടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അരും കൊല. ഇതിന് വധശിക്ഷയേക്കാൾ മറ്റൊരു വിധി അവൾ അർഹിക്കുന്നില്ല എന്നാണ് കോടതി സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. വധശിക്ഷയ്ക്കൊപ്പം 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് നേരെ ചുമത്തിയത്. പ്രായമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ച ന്യായം. എന്നാൽ മരണപ്പെട്ട ഷാരോണും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അതേ പ്രായമായിരുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ കൂസലില്ലാതെയാണ് ഗ്രീഷ്മ കേട്ടുനിന്നത്. ബന്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വിഷം നൽകി കൊലപ്പെടുത്തുക എന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് കോടതിയുടെ ആദ്യ നിരീക്ഷണം. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. പ്രതി ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. ഇരയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല. എന്നാൽ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് യുവാവിനെ വിളിച്ചു വരുത്തിയത്. ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതികളോട് 259 ചോദ്യങ്ങൾ ചോദിച്ച കോടതി 57 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയായിരുന്നുവെന്ന് പ്രതിയായ ഗ്രീഷ്മ അറിഞ്ഞിരുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയതും വിവാഹം ഉറപ്പിച്ചതിനു ശേഷവും ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നതും അന്വേഷണത്തിൽ തെളിഞ്ഞതായും വിധി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വിധി പ്രസ്താവത്തിനിടെ പോലീസിനെയും ജഡ്ജി അഭിനന്ദിച്ചു. സങ്കീർണമായ കേസ് അതിസമൃദ്ധമായാണ് അന്വേഷിച്ചത്. പോലീസിന് അഭിമാനിക്കാം. മീഡിയ നോക്കിയല്ല, മെറിറ്റ് നോക്കിയാണ് വിധി പ്രസ്താവമെന്നും ജഡ്ജി പറഞ്ഞു. അതിവിദഗ്ധമായ കൊലയെന്നാണ് ജഡ്ജി നിരീക്ഷിച്ചത്. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല. പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമാകുന്നത്. ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ ഷാരോൺ തയ്യാറായിരുന്നില്ലെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഷാരോൺ ഗ്രീഷ്മയെ സംഭവ ദിവസം മർദ്ദിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മാത്രമല്ല അതിന് തെളിവുകളൊന്നുമില്ലെന്നും വിധി പ്രസ്താവത്തിലുണ്ട്. പിടിക്കപ്പെടാതെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ കൗശലമിറക്കി. പല കള്ളങ്ങൾ പറഞ്ഞു. കൊലപാതക പ്ലാൻ ഷാരോണിന് അറിയില്ലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെ ചതിച്ചു. ഇത് സമൂഹത്തിന് നൽകുന്നത് നല്ല സന്ദേശമല്ല. ഇര നിഷ്കളങ്കനാണെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു. കുറ്റകൃത്യത്തിന് വേണ്ടി സ്നേഹം നടിച്ചു. നിരന്തരം സന്ദേശം അയച്ചു. മറ്റു കുറ്റകൃത്യങ്ങൾ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല. ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട്. ഷാരോൺ അനുഭവിച്ചത് അത്ര വലിയ വേദനയാണ്. ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു. പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമില്ലെന്നും കോടതി നിരീക്ഷിച്ചു.